നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സ്കിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒബ്വിയസ്ലി സെയിൽസും മാർക്കറ്റിംഗും ആണ്. സോ ഈ രണ്ട് സ്കിൽസും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻകത്തിന് ഒരു ലിമിറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതായത് നിങ്ങളിപ്പോൾ ഒരു സാധാരണ ഒരു ജോബിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നത് ഒരു ഫ്രഷറൊക്കെ ആയിട്ടാണ് പോകുന്നത്. 15K എന്ന് പറഞ്ഞൊരു ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. സോ പക്ഷേ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു സെയിൽസ് ക്ലോസ് ചെയ്തു, അതിന് കമ്മീഷൻ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഓരോ സെയിൽ ക്ലോസ് ചെയ്യുന്നതിന് അതിന് എക്സ്ട്രാ കമ്മീഷൻസ് ഇങ്ങനെ ആഡ് ഓൺ ആയി കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ 9 to 5 പോലെ പോയി ഇരുന്ന് ചെയ്യേണ്ട ഒരു ജോലിയല്ല. അതായത് നിങ്ങൾക്ക് പുതിയൊരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കസ്റ്റമർ ചിലപ്പോൾ നിങ്ങൾ രാത്രിയോ 10 മണിക്കോ 12 മണിക്കോ കണ്ടാലും നിങ്ങൾക്ക് സെയിൽസ് ഒക്കെ ക്ലോസ് ചെയ്യാൻ പറ്റും. സോ അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെയാണ് മാർക്കറ്റിങ്ങിനും പ്രത്യേകിച്ച് ലിമിറ്റേഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻകം പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വെരി ഹൈ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലിമിറ്റേഷൻ ഒന്നുമില്ല. സോ ഒബ്വിയസ്ലി ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സെയിൽസിലും മാർക്കറ്റിങ്ങിലും വർക്ക് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് പൊട്ടൻഷ്യൽ, അതായത് ലിമിറ്റേഷൻസ് ഒന്നും ഞാൻ ഇതുവരെ വച്ചിട്ടില്ല. സോ ഐ മീൻ എനിക്ക് 20,000 വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ 20,000 ഉണ്ടാക്കുള്ളൂ. എനിക്ക് 30,000 വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ 30,000, 50,000 വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ 50,000. അങ്ങനെ ഞാൻ കയറ്റി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് മൈ ജോബ്. എൻ്റെ മാസത്തെ ജോബ് എന്ന് പറഞ്ഞാൽ അതാണ് സത്യം പറഞ്ഞാൽ. സോ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ആ രണ്ട് സ്കിൽസ് അക്വയർ ചെയ്യുക, അതിൽ മാക്സിമം മാസ്റ്റർ ചെയ്യാൻ നോക്കുക. ഓക്കെ.